So when we say quadratic forms, we mean a homogeneous expression of second degree. ഇപ്പോൾ homogeneous എന്നുള്ള വാക്ക് കൊണ്ട് നമ്മൾ എന്താ മീൻ ചെയ്യുന്നത്? യൂണിഫോം ആയിരിക്കും. അപ്പൊ എല്ലാ ടേമിനും സെയിം ഡിഗ്രി ആവണം. ഇനി ആ ഡിഗ്രി എന്തായിരിക്കണം? സെക്കൻഡ് ഡിഗ്രി ആയിരിക്കണം. സോ ഇഫ് ഈച്ച് ടേം ഓഫ് എൻ എക്സ്പ്രഷൻ ഇസ് ഓഫ് സെക്കൻഡ് ഡിഗ്രി, വി കോൾ ഇറ്റ് ആസ് എ ക്വാഡ്രാറ്റിക് ഫോം. ഫോർ എക്സാമ്പിൾ, ഇഫ് യു കൺസിഡർ ടു വേരിയബിൾസ് എക്സ് ആൻഡ് വൈ. അപ്പൊ എക്സും വൈ എന്ന് പറയുന്ന രണ്ട് വേരിയബിൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ സെക്കൻഡ് ഡിഗ്രി എക്സ്പ്രഷൻസ് ഒന്ന് എക്സ് സ്ക്വയർ ഉണ്ടാക്കാം. പിന്നെ എന്തൊക്കെ പോസിബിൾ ആണ്? വൈ സ്ക്വയർ ഉണ്ടാക്കാം. എക്സ് വൈ ആൻഡ് വൈ എക്സ്, അത് റിയൽ വേരിയബിൾസ് ആണെങ്കിൽ എക്സ് വൈയും വൈ എക്സും സെയിം വാല്യൂ തന്നെയായിരിക്കും. സോ ദീസ് ആർ ദ ത്രീ എക്സ്പ്രഷൻസ്. സെക്കൻഡ് ഡിഗ്രി എക്സ്പ്രഷൻ യു ക്യാൻ മേക്ക് ഫ്രം ടു വേരിയബിൾസ് എക്സ് ആൻഡ് വൈ. അപ്പൊ ഇതുപോലെ ഇഫ് യു കൺസിഡർ n വേരിയബിൾസ് x1, x2, etc., xn, the possible or the general form of a quadratic general expression for a quadratic form is q is equal to there may be a term in x1 square, there may be a term in x2 square, etc. There may be a term in xn square. So all square terms. Then there can be terms in x1, x2, x1, x3, etc., x1, xn. And there can be terms in x2, x3, x2, x1 നമ്മൾ already എടുത്തിട്ടുള്ളതുകൊണ്ട് x2, x3, etc. Likewise, the last term can be xn minus 1, xn. ഇങ്ങനത്തെ ടേംസ് എല്ലാം ഉണ്ടാവാം ഒരു nth ഡിഗ്രി ക്വാഡ്രാറ്റിക് ഫോമിൽ. അപ്പൊ ഇതിന്റെ കോഎഫിഷ്യൻസ് നമുക്ക് വരും. ഈ കോഎഫിഷ്യൻസിനെ നമ്മൾ കൊടുക്കുന്നത് a1 1 x1 സ്ക്വയർ പ്ലസ് a2 2 x2 സ്ക്വയർ. ഇതിന്റെ സഫിക്സ് തന്നെയാണ് നമ്മൾ കോഎഫിഷ്യൻസ് ആയിട്ട് എഴുതുന്നത്. ann xn സ്ക്വയർ, ഓൾ ദ സ്ക്വയർ ടേംസ്, പ്ലസ് ദർ ക്യാൻ ബി ഇന്നർ പ്രോഡക്റ്റ് ടേംസ്. സോ x1 x2ന്റെ കോഎഫിഷ്യന്റ് a12 എന്ന് എഴുതി, x1 x3യുടെ കോഎഫിഷ്യന്റ് a13 എന്ന് എഴുതി, പ്ലസ് എക്സെട്ര, പ്ലസ് a1n x1 xn, and likewise x2 x3 will have the coefficient a2 a23 plus etc. plus an minus 1 n, right? So basically a quadratic form has terms with second degree. അപ്പൊ ഇതിൽ എല്ലാ ടേംസും ഉണ്ടാവണമെന്നില്ല. ഏതെങ്കിലും ടേംസ് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിന്റെ കോഎഫിഷ്യന്റ് 0 ആണ്. അപ്പൊ ഇങ്ങനെ ഒരു എക്സ്പ്രഷനെയാണ് നമ്മൾ ക്വാഡ്രാറ്റിക് ഫോം എന്ന് പറയുന്നത്. ഇനി ക്വാഡ്രാറ്റിക് ഫോംസ് നമുക്ക് മാട്രിക്സ് പ്രോഡക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ടേക്ക് ദിസ് ക്വാഡ്രാറ്റിക് ഫോം എക്സ് സ്ക്വയർ മൈനസ് 2xy plus 3y square. Now suppose I take the column, the row of variables xy into the matrix 1 3 minus 1 minus 1, then the column xy. Now take the product of these three matrices. So if you take the product of the last two first, we have xy into what will be this product? അവസാനത്തെ രണ്ട് മാട്രിക്സിന്റെ പ്രോഡക്റ്റ് എന്താ വരുന്നത്? മൾട്ടിപ്ലൈ ചെയ്ത് പറയൂ. മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ മറന്നോ? ഈ രണ്ട് മാട്രിക്സിന്റെ പ്രോഡക്റ്റാ ചോദിച്ചത്. column matrix ആണ്. ഏ column matrix ആണ്.
x minus y x minus y 3 x minus y minus x plus 3y. Okay. Now again multiply this. You will get പറഞ്ഞേ എന്താ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എത്ര സമയം എടുക്കണേ? x square minus x into x minus y plus y into minus x plus 3y അല്ലേ? ഒറ്റ എലമെന്റ് ഉണ്ടാവുള്ളൂ. ഇതിന്റെ ഓർഡർ 1/2 ആണ്, ഇതിന്റെ ഓർഡർ 2/1 ആണ്. So the product will be a 1/1 matrix or a single element. And if you expand this, we have x square minus xy and minus yx, which makes minus 2xy. Then y into 3y, which is equal to 3y square. Okay. So ഇത് തന്നെയാണ് നമ്മൾ ഇവിടെ എടുത്ത് സ്റ്റാർട്ട് ചെയ്തത്. So this product is written as the transpose of the variable column, then a matrix C, then the column of variables, right? ഇതിന്റെ transpose ആണ് row xy വരുന്നത്. So this, if you name this quadratic form as Q, this Q is equal to x transpose Cx, right? ഇനി ഇതേ കാര്യം തന്നെ, suppose I take this product xy into 1 minus 2 0 3 into the column xy, which is equal to എന്ത് വരും? നേരത്തെ പോലെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞേ. We have xy into x minus 2y x minus 2y 3y. 3y. വീണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് പറയാം. x into x minus 2y x into x minus 2y plus 3y square. plus 3y square. So we have x square minus 2xy plus 3y square. We reach at the same quadratic form Q. അല്ലേ? ഇപ്പൊ നമ്മൾ എടുത്തത് ഈ സി എന്ന് പറയുന്ന മാട്രിക്സ് ആദ്യം എടുത്ത മാട്രിക്സ് അല്ല രണ്ടാമത് എടുത്തത്. പക്ഷെ വീണ്ടും നമുക്ക് എക്സ് ട്രാൻസ്പോസ് സി എക്സ് എന്ന് പറയുന്നത് സെയിം ക്വാഡ്രാറ്റിക് ഫോം തന്നെയാണ് കിട്ടുന്നത്. So what I suggest is you can write a quadratic form as a matrix product. But this matrix is not a unique matrix. X transpose Cx le x എന്ന് പറയുന്ന വ്യത്യാസമൊന്നുമില്ല, കോളം ഓഫ് വേരിയബിൾസ് ആണ്. പക്ഷെ സി എന്ന് പറയുന്ന മാട്രിക്സ് യുണീക്ക് അല്ല. You can find many matrices for the same quadratic form. Okay. ഇനി ഇത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ മാട്രിക്സ് എങ്ങനെയാ ഞാൻ എഴുതിയെന്ന് പറയാൻ പറ്റും? എങ്ങനെ എഴുതിയെന്ന് പറയാൻ പറ്റുമോ? ഒരു മിനിറ്റ്. Your voice will go online. എങ്ങനെയാ എഴുതിയെന്ന് പറയാൻ പറ്റും? എന്തെങ്കിലും സിമിലാരിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോമൺ ഫീച്ചർ ഈ രണ്ട് മാട്രിക്സിന് കാണുന്നുണ്ടോ? എക്സിന്റെ വൈന്റെ എലമെന്റ്സ് ഡയഗണൽ ആയിട്ട് സ്ക്വയർ ടേംസിന്റെ കോഎഫിഷ്യന്റ് ഡയഗണൽ ആയിട്ട് എഴുതി. ദെൻ ഓഫ് ഡയഗണലോ? എക്സ് വൈന്റെ മൾട്ടിപ്ലൈഡ് ഓഫ് ഡയഗണലില് സം എപ്പോഴും -2 ആണ്. സം -2 ആവണം. അപ്പൊ അത് തന്നെയാണ് ഇതിന്റെ റൂള്. അപ്പോൾ നമ്മൾ സി എന്ന് പറയുന്ന മാട്രിക്സ് ഇങ്ങനെയാണ് എഴുതുന്നത്. If you take the matrix C, CII is equal to CII എന്ന് പറയുമ്പോൾ diagonal entries. So that will be coefficient of xi square. Okay. ഇനി രണ്ട് symmetric position. This is the position 1 2 and this is the position 2 1.
റൈറ്റ്. അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ x1 x2 എന്നാണ് ഇതിന് പേര് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? x1 സ്ക്വയർ മൈനസ് 2x1 x2 പ്ലസ് 3x2 സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? അപ്പോൾ ഈ x1 x2ന്റെ കോഎഫിഷ്യന്റ് ആണ് നമുക്ക് എന്ത് വേണ്ടത്? ഈ 1 2 2 1 കൂടെ ആഡ് ചെയ്താൽ കിട്ടേണ്ടത്. സോ ഇൻ ജനറൽ യു ക്യാൻ സേ ദ സിമെട്രിക് പൊസിഷൻ Cij പ്ലസ് Cji. Cijയുടെ സിമെട്രിക് പൊസിഷൻ ആണ് Cji. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടേണ്ടത് കോഎഫിഷ്യന്റ് ഓഫ് xi xj ആണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യം തന്നെ C12 പ്ലസ് C21 ഷുഡ് ബി കോഎഫിഷ്യന്റ് ഓഫ് x1 x2. അപ്പൊ xy എന്ന് പറയുമ്പോൾ നമ്മൾ x1 എന്ന് പറയുന്നത് എക്സും x2 എന്ന് പറയുന്നത് y എടുത്തു, അത്രയേ ഉള്ളൂ. സോ കോഎഫിഷ്യന്റ് ഓഫ് xy. ഇതാണ് ഈ C എന്ന് പറയുന്ന മാട്രിക്സ് കണ്ടുപിടിക്കാനുള്ള റൂള്. ആൻഡ് വി നോ ദിസ് ചോയ്സ്. ഇതിന് ഡയഗണലിന് ഒരു വ്യത്യാസവും നമുക്ക് പറ്റില്ല, അത് യുണീക്ലി ഡിറ്റർമിൻഡ് ആണ്. പക്ഷെ സം കോഎഫിഷ്യന്റ് ഓഫ് xi xj ആയിട്ട് നമുക്ക് ഇഷ്ടം പോലെ നമ്പേഴ്സ്, ഇപ്പൊ സം -2 ആയിട്ട് നമുക്ക് എന്തൊക്കെ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും? ഐ ക്യാൻ ടേക്ക് 3 - 5, I can take 0 - 2, I can take -1 - 1, I can take -3 and 1. So there are infinite number of choices for the other positions. അപ്പോൾ corresponding to a quadratic form, you can find infinite number of matrices C such that Q is equal to X transpose Cx. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ ഇതിന് ഒറ്റൊരു മാട്രിക്സ് സിമെട്രിക് ആയിട്ട് വരുള്ളൂ, റൈറ്റ്? സിമെട്രിക് ആവണമെങ്കിൽ എന്ത് വേണം? ഈ രണ്ട് പൊസിഷനിലും സെയിം വാല്യൂ വേണം. അപ്പൊ നമ്മൾ ആദ്യത്തെ കേസിൽ എടുത്തിരിക്കുന്ന മാട്രിക്സ് സിമെട്രിക് മാട്രിക്സ് ആണ്. അപ്പൊ സിമെട്രിക് മാട്രിക്സ് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സം എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് xi xj എന്നുള്ള റൂൾ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് വേണം? Cijയും Cjiയും സെയിം വാല്യൂ ആവണം, റൈറ്റ്? സോ Cij ആൻഡ് Cji should be the same value. ഇത് രണ്ടും സെയിം ആവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വേണം? ഈ കോഎഫിഷ്യന്റിന്റെ ഹാഫ് ആവണം. കാരണം രണ്ടും കൂടെ കൂട്ടുമ്പോൾ -2 കിട്ടണം അല്ലെ? അപ്പൊ അത് രണ്ടും സെയിം ആവണമെങ്കിൽ ഓരോന്നിനും -1 -1 എന്ന് പറയുന്ന ചോയ്സ് ചെയ്യുള്ളൂ. സോ Cij should be equal to Cji, which is equal to half coefficient of xi xj. ഇത് വന്നാലാണ് നമുക്ക് സിമെട്രിക് മാട്രിക്സ് കിട്ടുള്ളൂ. സോ all the other matrices will be matrices of the same quadratic form, but there will be a unique symmetric matrix corresponding to a given quadratic form. ഞാൻ ഒരു quadratic form വേറെ ഒരെണ്ണം പറയാം, അതിന്റെ മാട്രിക്സ് ഒന്ന് നിങ്ങൾ പറയാം. So 6x square plus 3y square plus 3z square minus 2yz plus 4zx plus minus 4xy. ഇതാണ് നമ്മൾ എടുക്കുന്ന quadratic form. So write the symmetric matrix corresponding to this quadratic form. നമ്മൾ എടുക്കാൻ പോകുന്നത് Q is equal to X transpose Cx എന്നുള്ള ഫോമിലാണ്. And we are going to choose C as a symmetric matrix. So what will be C? ഇപ്പൊ നമുക്കറിയാം ഇതിൽ 3 വേരിയബിൾ ഉണ്ട്. നിങ്ങൾ അതിനെ ഓർഡർ ചെയ്യുക. ഓർഡർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഓർഡർ ചെയ്യാൻ പോകുന്നത് എക്സിന് 1, വൈക്ക് 2, സെഡിന് 3 എന്ന് ഓർഡർ ചെയ്യാൻ പോകുന്നു. ഓക്കെ, സോ ദിസ് ഇസ് 2 3 ആൻഡ് ദിസ് ഇസ് 1 3 അല്ലെ, എക്സും സെഡും. ദിസ് ഇസ് 1 2. So what will be the matrix of this quadratic form? There you go. minus 2 2 6 minus 2 minus 2 2 2 minus 2 minus 2 3 3 minus 1 minus 1 2 2 minus 1 minus 1 3. അപ്പോൾ ചെയ്യാത്തവർക്ക് വേണ്ടി പറയാണ്, നമ്മൾ ഡയഗണൽ എൻട്രീസ് സ്ക്വയർ ടേംസിന്റെ കോഎഫിഷ്യൻസ് കൊടുത്തു.
6, 3, 3. Right. Now this is the position 1, 2 and its symmetric position 2, 1. ഈ 1, 2, 2, 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് x1, x2 കിട്ടണം. x1, x2ന്റെ കോഎഫിഷ്യന്റ് -4 ആണ്. അപ്പോൾ ഈ രണ്ട് പൊസിഷനിലേക്കും -4 ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഓക്കെ, ഇനി ആരെങ്കിലും കയറാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടോ? ഇനി നമ്മൾ ഈ പൊസിഷൻ 1, 3 ആണ് ആൻഡ് ദിസ് പൊസിഷൻ ഇസ് 3, 1. ഓക്കെ, അപ്പൊ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 1, 3യുടെ x1, x3യുടെ കോഎഫിഷ്യന്റ് കിട്ടണം. ദ കോഎഫിഷ്യന്റ് ഇസ് 4. സോ 4 is distributed equally to get the symmetric matrix. Similarly, this position is 2, 3. This is 3, 2. So the sum should be -2. Okay, so this is how we write the symmetric matrix corresponding to a quadratic form. So once you have a symmetric matrix C corresponding to a quadratic form, we are going to speak about the canonical form of a quadratic form. So canonical form എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതില് ഈ inner product terms ഉണ്ടാവില്ല. It has only square terms. ഇത് മാത്രമുള്ള ക്വാഡ്രാറ്റിക് ഫോമിനെയാണ് നമ്മൾ കാനോനിക്കൽ ഫോം എന്ന് പറയുന്നത്. അപ്പൊ ക്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പൊ ഈ എടുത്തിരിക്കുന്ന ക്യൂവിൽ തന്നെ നമുക്ക് ഇന്നർ പ്രോഡക്റ്റ് ടേംസ് ഉണ്ട്, അതായത് XY, XZ, YZ ഒക്കെ ഉണ്ട്. ഇതൊന്നും ഇല്ലാണ്ട് സ്ക്വയർ ടേംസ് മാത്രം വരുന്ന ക്വാഡ്രാറ്റിക് ഫോമിനെയാണ് നമ്മൾ കാനോനിക്കൽ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഫോം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ കാനോനിക്കൽ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യാം. അതായത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണ്, നമ്മുടെ സെറ്റ് ഓഫ് വേരിയബിൾസ് ഇപ്പൊ എടുത്തിരിക്കുന്നത് X ആണ്. ഇതിൽ നിന്ന് നമ്മൾ ഒരു ന്യൂ സെറ്റ് ഓഫ് വേരിയബിൾസിലേക്ക് മാറാൻ പോവാണ് Y. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇത് XYZ ആണ് നമ്മുടെ X എന്ന് പറയുന്നത്, വേരിയബിൾ XYZ. ഇതിൽ നിന്ന് നമ്മളൊരു ന്യൂ സെറ്റ് ഓഫ് വേരിയബിൾസിലേക്ക് മാറാൻ പോവാണ് X dash Y dash Z dash. അതായത് X is replaced by X dash Y dash Z dash, Y is replaced by X dash Y dash Z dash. ഈ റീപ്ലേസ്മെന്റിന് ഒരു പെർട്ടിക്കുലർ പാറ്റേൺ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ടിംഗ് എക്സ്പ്രഷൻ വിൽ ബി ഇൻ സ്ക്വയേഴ്സ് ഓഫ് X dash Y dash Z dash. ഇതിനെയാണ് നമ്മൾ കാനോനിക്കൽ ഫോം എന്ന് പറയുന്നത്. അപ്പൊ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൊടുക്കുന്നത് ഈ മെത്തേഡിലാണ്. ഇപ്പൊ നമ്മൾ C എടുത്തിരിക്കുന്നത് സിമെട്രിക് മാട്രിക്സ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ടത് ഈ സിനെ ഡയഗണലൈസ് ചെയ്യുക, ഡയഗണലൈസ് ബൈ ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, സിമെട്രിക് മാട്രിക്സ് ആയതുകൊണ്ട് ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ വെച്ച് നമുക്ക് ഡയഗണലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഡയഗണലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മോഡൽ മാട്രിക്സ് P ആണ് നമ്മൾ എടുക്കാറ്. സോ ദാറ്റ് P ട്രാൻസ്പോസ് CP ഇസ് എ ഡയഗണൽ മാട്രിക്സ്. ഈ ഡയഗണൽ മാട്രിക്സിന്റെ എൻട്രീസ് എന്തായിരിക്കും? സിയുടെ ഐഗൻ വാല്യൂസ് ആയിരിക്കും. സോ P ട്രാൻസ്പോസ് CP is a diagonal matrix whose entries are the eigenvalues of C, lambda 1, lambda 2, lambda 3. ഇപ്പൊ ഇതിനെ ഡയഗണലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കാൻ പോണ, നമ്മൾ പറഞ്ഞു പുതിയ വേരിയബിളിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ കൊടുക്കാൻ പോവാണ്. എക്സിൽ നിന്ന് വൈയിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന ട്രാൻസ്ഫോർമേഷൻ ഇതാണ്, വി സബ്സ്റ്റിറ്റ്യൂട്ട് X is equal to PY. ഓക്കെ, അപ്പൊ X is equal to PY എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ Q എന്താ നമ്മൾ കൊടുത്തിരിക്കുന്നത്? Q is equal to X ട്രാൻസ്പോസ് CX എന്നാ കൊടുത്തു വെച്ചിരിക്കുന്നത്. റൈറ്റ്, സോ എക്സിന് പകരം PY കൊടുത്തു കഴിഞ്ഞാൽ Q will become Q is equal to PY transpose CPY. X is replaced by PY. And this will be equal to PY transpose എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് Y transpose P transpose അല്ലെ? AB transpose is B transpose into A transpose. So Y transpose P transpose CPY. Now see, ഇവിടെ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല, പക്ഷെ അസോസിയേറ്റീവ് ആണ്. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഓർഡർ മാറ്റാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റില്ല, പക്ഷെ ഏതിനെ ആദ്യം ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാം. So if we do P transpose CP first, നമുക്കറിയാം P transpose CP എന്ന് പറയുന്നത് ഡയഗണൽ മാട്രിക്സ് ആണ്.
Lambda 1, lambda 2, lambda 3 ആണ്. So P transpose CP will be diagonal matrix. So this takes the form Y transpose dy. Okay. ഇനി നമുക്ക് നോക്കാം എൻ്റെ ഈ Y transpose dy വരാം. Y transpose എന്ന് പറയുമ്പോൾ നമ്മൾ Y കൊടുത്തിരിക്കുന്നത് it's a new set of variables x dash y dash z dash, right, into D. D is the diagonal matrix lambda 1, lambda 2, lambda 3. ഇവിടെയൊക്കെ zeros ആണ്. And y will be equal to the column of variables for x dash y dash z dash. ഇതിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ നമുക്ക് എന്താ കിട്ടുന്നത്. ആദ്യം ഇതിനെ രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്താൽ you will get it's a 1 by 3 matrix, അല്ലേ, and this is a 3 by 3 matrix. You will again get a 1 by 3 matrix. എന്തായിരിക്കും product? Matrix multiplication ഇത്ര സമയം എടുക്കല്ലേ. ഫസ്റ്റ് റോ ഒറ്റ റോയേ ഉള്ളൂ. മൾട്ടിപ്ലൈ വിത്ത് ഫസ്റ്റ് കോളം ആൻഡ് ടെൽ വാട്ട് ഇറ്റ് ഈസ്. പറഞ്ഞേ. ആദ്യത്തെ എലമെന്റ് എന്താ വരാ? എക്സ് ഡാഷ് ഇൻറ്റു ഇവിടെയൊക്കെ സീറോ ആണ് അല്ലേ, ഡയഗണൽ മാട്രിക്സ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ സീറോസ് ആണ്. പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞേ. x dash into lambda 1. X dash into lambda 1. Second element is y dash lambda 2. Z dash lambda. Z dash lambda 3 into the column x dash y dash z dash. So we get so now this is a 1 by 3 into 3 by 1. Result എന്തായിരിക്കും? Multiply ചെയ്ത 1 by 1 ആയിരിക്കും. ഒറ്റ എലമെന്റേ ഉണ്ടാവുള്ളൂ. What will be that? X dash square lambda 1. Okay. Plus y dash square lambda 2. Okay. Plus z dash square lambda 3. Plus z dash square lambda 3. So if you look at this expression, നമ്മൾ q തന്നെയാണ് എഴുതി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. Now in q we have only square terms, അല്ലേ, x dash square, y dash square, z dash square. So in the new set of variables x dash y dash z dash, q was expressed in its canonical form. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ നമ്മൾ കാനോണിക്കൽ ഫോമിലേക്ക് ആക്കാനായിട്ട് ഈ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യുകയാണെങ്കിൽ കാനോണിക്കൽ ഫോമിന്റെ കോഎഫിഷ്യൻസ് എന്തായിരിക്കും? ഏതാ നമുക്ക് കോഎഫിഷ്യൻസ് വന്നിരിക്കുന്നത്? ലാംഡ 1, ലാംഡ 2, ലാംഡ 3 ആണ് കോഎഫിഷ്യൻസ്. ആൻഡ് ഈ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് ഐഗൺ വാല്യൂസ് ഓഫ് സി ആണ്, അല്ലേ. സീനെ ഡയഗണലൈസ് ചെയ്ത് സിയുടെ ഐഗൺ വാല്യൂസ് ആണ് നമ്മൾ ലാംഡ 1, ലാംഡ 2, ലാംഡ 3 എന്ന് എടുത്തിരിക്കുന്നത്. സോ ദ കോഎഫിഷ്യന്റ് ഓഫ് the quadratic form in its canonical form, if you proceed like this, will be the eigenvalues of the symmetric matrix C. അപ്പോൾ നമുക്ക് കാനോണിക്കൽ ഫോമിലേക്ക് ആക്കാനായിട്ട് ഈ ഐഗൺ വാല്യൂസ് കാണുമ്പോൾ തന്നെ ഞാനിത് പറയാൻ കാരണം ഈ പ്രൊസീജിയർ ജസ്റ്റ് ഡിസ്ക്രൈബ് സമയമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊസീജിയർ ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഐഗൺ വാല്യൂസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഡയറക്ട്ലി കാനോണിക്കൽ ഫോം എഴുതാം. ലാംഡ 1 x1 സ്ക്വയർ പ്ലസ് ലാംഡ 2 y ഡാഷ് സ്ക്വയർ പ്ലസ് ലാംഡ 3 z ഡാഷ് സ്ക്വയർ. x1 അല്ല x ഡാഷ് എന്നാണ് നമ്മൾ എഴുതിയത്. ലാംഡ 3 y z ഡാഷ് സ്ക്വയർ. അപ്പോൾ ഐഗൺ വാല്യൂസ് ആണ് കാനോണിക്കൽ ഫോമിന്റെ കോഎഫിഷ്യൻസ് വരുന്നത്. ഇനി കാനോണിക്കൽ ഫോമിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ക്വാഡ്രാറ്റിക് ഫോമിന് ഒരു ക്ലാസിഫിക്കേഷൻ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡെഫിനിറ്റ്നെസ് പറയുന്നത്. ഇപ്പൊ ഡെഫിനിറ്റ്നെസ് ഓഫ് ക്വാഡ്രാറ്റിക് ഫോം നാലല്ല 5 തരത്തിലാണ് പറയുന്നത്. ഒന്ന് പോസിറ്റീവ് ഡെഫിനിറ്റ്, then സെമി പോസിറ്റീവ്, then നെഗറ്റീവ്, semi-negative and indefinite.
അപ്പോൾ പോസിറ്റീവ് ഡെഫിനിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ കാനോണിക്കൽ ഫോമിലെ കോഎഫിഷ്യൻസ് എല്ലാം പോസിറ്റീവ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ all coefficients positive. Then we say that the quadratic form is positive definite. ഇത് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ എല്ലാ കോഎഫിഷ്യൻസും പോസിറ്റീവ് ആണെങ്കിൽ λ1, λ2, λ3 മൂന്നും പോസിറ്റീവ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0 അല്ല സ്ട്രിക്ട്ലി പോസിറ്റീവ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വേരിയബിൾസിന് എക്സ് ഡാഷ് വൈ ഡാഷ് സെഡ് ഡാഷിന് എന്ത് ഇൻപുട്ട് വാല്യൂ കൊടുത്താലും അതെല്ലാം സ്ക്വയേഴ്സിലാണ് എടുക്കുന്നത്. അപ്പോൾ അതെല്ലാം പോസിറ്റീവ് ആവും, കോഎഫിഷ്യൻസും പോസിറ്റീവ് ആവുമ്പോൾ നമുക്ക് കിട്ടണ ഔട്ട്പുട്ട് വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. റൈറ്റ്? സോ ഇൻ ദാറ്റ് കേസ് വി കോൾ ദാറ്റ് ദ ക്വാഡ്രാറ്റിക് ഫോം ഈസ് പോസിറ്റീവ് ഡെഫിനിറ്റ്. ഇനി ഇതിൽ ഏതെങ്കിലും കോഎഫിഷ്യന്റ് 0 വന്നു കഴിഞ്ഞാൽ എല്ലാം പോസിറ്റീവ് ആണ് വിത്ത് അറ്റ്ലീസ്റ്റ് വൺ കോഎഫിഷ്യന്റ് 0. അപ്പോൾ നമുക്കൊരു ചാൻസും കൂടി ഉണ്ട്. ഇതിന് നോൺ സീറോ വാല്യൂസ് കൊടുത്താലും ഈ കോഎഫിഷ്യന്റ് 0 ആയതുകൊണ്ട് നമുക്ക് 0 വാല്യൂ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ ഐദർ പോസിറ്റീവ് ഓർ 0 എന്നുള്ള ചാൻസ് വരും, ഒരു കോഎഫിഷ്യന്റ് എങ്കിലും 0 ആണെങ്കിൽ. ആ കേസിൽ നമ്മൾ പറയും പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് എന്ന് പറയും. സോ ഐദർ പോസിറ്റീവ് ഓർ 0. ഇനി ഇതേപോലെ തന്നെ എല്ലാ കോഎഫിഷ്യൻസും നെഗറ്റീവ് ആണെങ്കിൽ വാട്ട് എവർ ബി ദ വാല്യൂ ഓഫ് എക്സ് ഡാഷ് വൈ ഡാഷ് സെഡ് ഡാഷ് the resulting value will be negative. So in that case we say that it is negative definite. ഇനി ഒരു കോഎഫിഷ്യന്റ് എങ്കിലും 0 ആണ്, ബാക്കി എല്ലാം നെഗറ്റീവ് ആണെങ്കിൽ the resulting value will be either negative or 0. So we say that the quadratic form is negative semi-definite. Okay. ഇനി ഇതിന്റെ സൈൻ മിക്സ്ഡ് അപ്പ് ആണ്. λ1, λ2, λ3 എല്ലാം പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ആണ്, രണ്ട് തരം വാല്യൂസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ we say that the quadratic form is indefinite. അപ്പോൾ ഇതാണ് ഇതിന്റെ ഡെഫിനിറ്റ്നെസിന്റെ ക്ലാസിഫിക്കേഷൻ. പോസിറ്റീവ് if all the coefficients positive, positive semi definite if at least one coefficient is 0 and the remaining are all positive, negative definite if all the coefficients are strictly negative, and if at least one coefficient is 0 and the remaining negative, we say that it is negative semi definite. Then if there are both positive and negative coefficients in the canonical form, we say that it is indefinite. നമുക്ക് അതിന്റെ റിസൾട്ടിംഗ് വാല്യൂന്റെ സൈൻ പറയാൻ പറ്റില്ല. ദാറ്റ് വിൽ ഡിപ്പെൻഡ് ഓൺ ദ ഇൻപുട്ട് വാല്യൂസ്. ഓക്കെ, അപ്പോൾ അത് ഇൻഡെഫിനിറ്റ് ഫോം ആണെന്ന് നമ്മൾ പറയും. അപ്പോൾ ഇതാണ് ക്വാഡ്രാറ്റിക് ഫോമിൽ നമ്മൾ ചെയ്യാനുള്ളത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇതുവരെ കണ്ട കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, എങ്ങനെയാണ് ഒരു ക്വാഡ്രാറ്റിക് ഫോം തന്നു കഴിഞ്ഞാൽ അതിനൊരു മാട്രിക്സ് പ്രോഡക്റ്റ് ആയിട്ട് എഴുതണമെന്ന് പറഞ്ഞു. സോ വി write the quadratic form as X transpose Cx, where the matrix C is written using this rule. The diagonal entry Cii is the coefficient of xi square, and if you add the symmetric position Cij and Cji, you should get the coefficient of xi xj. And if you want the matrix C to be symmetric, we take the symmetric position Cij and Cji as equal, and in that case each should be equal to half coefficient of xi xj. Right? So like this you can write a unique matrix which is symmetric corresponding to a quadratic form. And we say that a quadratic form is in its canonical form if it is a sum of squares. Only square terms are present, then we say that the quadratic form is in its canonical form. So even if the quadratic form, the given quadratic form is not in its canonical form, you can reduce it to its canonical form by orthogonal transformation. So what we do is we first write the quadratic form as X transpose Cx, where we choose C as a symmetric matrix. Once C has been chosen as a symmetric matrix, we diagonalize C by orthogonal transformation. So to diagonalize, we know the procedure. We find the eigenvalues, we find the eigenvectors, we choose orthogonal eigenvectors, we normalize them, write the matrix P with the normalized orthogonal eigenvectors as column. Then we know P transpose Cp will be a diagonal matrix whose diagonal entries are the eigenvalues of C. If we name them as λ1, λ2, λ3, in this case, the matrix D will be the diagonal λ1, λ2, λ3.
Okay, then we make the substitution for the variable x as p into y. P is the model matrix, y is the new set of variables. And here we have taken the new set of variables as x dash, y dash, z dash. So if you make the substitution, then Q becomes py transpose cpy, which is equal to y transpose p transpose cpy. And P transpose Cp will be the diagonal matrix whose diagonal entries are the eigenvalues. So the quadratic form now takes the form y transpose dy. And if you compute y transpose dy, we will get the expression lambda 1 x1 x dash square plus lambda 2 y dash square plus lambda 3 z dash square, which is the canonical form. And if you look at the coefficients of this canonical form and their signs, you can speak about the definiteness of the quadratic form. If all the coefficients are positive, we say that the quadratic form is positive, definite, and so on. Okay. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഈ എഴുതി വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിൽ കാനോണിക്കൽ ഫോം ഒന്ന് ചെയ്തു നോക്കാം. Is this okay? So, നമ്മൾ ചെയ്തിരിക്കുന്ന quadratic form two yz minus plus 4xz plus minus 4xy into canonical form. Sometimes you may be asked to reduce to sum of squares. Both says the same thing. Right? Definiteness. So, as we have done in the previous case, we write Q is equal to x transpose Cx and write C as a symmetric matrix 6, 3, 3, then minus 2, minus 2, 2, 2, minus 1, minus 1. So this is the symmetric matrix C. Now find the eigenvalues of C. C the eigenvalues കണ്ടുപിടിക്കാം. So characteristic equation, determinant C minus lambda I equal to 0. That is 6 minus lambda minus 2, 2, minus 2, 3 minus lambda minus 1, 2, minus 1, 3 minus lambda. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തത് ഈ മാട്രിക്സ് ആണോ ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്തത്? എനിക്ക് നോട്ട്സ് ഒക്കെ ഉണ്ടോ മാക്സിമം? അതല്ല പറഞ്ഞേ, കഴിഞ്ഞ ദിവസം ചെയ്തത് നോക്കാനായിട്ട് നോട്ട്സ് ഉണ്ടോന്ന്. ഈ മാട്രിക്സ് ആണോ നമ്മൾ ചെയ്തത് ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ? അല്ല മിസ്, വ്യത്യാസമാണ്. 3 - 1 ആ ഒരു മാട്രിക്സ് ചെയ്തത്. ഓക്കേ, 3 - 1 അപ്പോൾ വേഗം ചെയ്തോളൂ. സോ 6 minus lambda into 3 minus, എനിക്കൊരു ഫെമിലിയാരിറ്റി തോന്നി, അത് കാരണം ചോദിച്ചത് ഈ മാട്രിക്സ്. 3 minus lambda square minus 1 plus 2 into minus 2 into 3 minus lambda plus 2 plus 2 into 2 minus 2 into 3 minus lambda. So we have 6 minus lambda into lambda square minus 6 lambda plus 8 plus 2 into 2 lambda minus 4 plus 2 into 2 lambda
minus 4. So ഇത് രണ്ട് common term ആയതുകൊണ്ട് നമുക്ക് ആദ്യത്തേനെ ഒന്ന് factorize ചെയ്ത് നോക്കാം. So 6 minus lambda into lambda square minus 6 lambda minus. So lambda minus 2 into lambda minus 4. അവസാനത്തെ രണ്ടെണ്ണത്തിൽ 2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ 4 into lambda minus 2 ആവും. So രണ്ട് 4 കൂടെ 8 into lambda minus 2. So you can take lambda minus 2 as common. So lambda minus 2 into the first term we have 6 minus lambda into lambda minus 4. And the second term 8. So lambda minus 2 into minus lambda square 6 lambda plus 4 lambda. So 10 lambda. And then minus 24 plus 8 minus 60. So lambda minus 2 into, if you take negative sign outside, lambda square minus 10 lambda plus 8. So we have lambda minus 2 into lambda minus 2 into lambda minus 8. Okay, so 16. So we get the eigenvector values 2, 2, 8. എല്ലാവർക്കും കിട്ടിയോ? കിട്ടിയോ എല്ലാവർക്കും? ആർക്കെങ്കിലും കിട്ടിയോ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തെറ്റിപ്പോയി മിസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ. ജെറീന ചെയ്തോ? ആ മിസ് ചെയ്തു. കിട്ടിയോ? 2 to 8 കിട്ടിയോ? ആ കിട്ടി. അനന്തകൃഷ്ണൻ ദീപക് നിങ്ങൾ എന്തൊക്കെയാരും ക്ലാസ് സ്കിപ്പ് ചെയ്ത് തുടങ്ങി ഓൺ ചെയ്ത് വെച്ചിട്ട്?
So lambda equal to 2 to 8. Now, എന്തായാലും അവസാനം പറയാം പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞിട്ട്. Eigenvector for lambda equal to 2. Lambda equal to 2 നമുക്കറിയാം ഇതിൻ്റെ algebraic multiplicity 2 ആണ്. 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ച് നമുക്ക് n-r 2 കിട്ടിയാലാണ് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഡയഗണലൈസേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എന്തായാലും കിട്ടും, കാരണം സിമെട്രിക് മാട്രിക്സ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് എന്തായാലും ഡയഗണലൈസബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ lambda equal to 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് മാട്രിക്സ് എഴുതാൻ പോവാണ്. സോ വി ഹാവ് ദ മാട്രിക്സ് 4 minus 2 2 minus 2 1 minus 1 2 minus 1 1 into xyz equal to 0 0 0. So if you reduce this, formula r22 2r2 plus r1 r32 2r3 minus r1 ചെയ്തു കഴിഞ്ഞാൽ you will get 4 minus 2 2 0 0 0 0 0 0. രണ്ടും ഇതിൻ്റെ ഹാഫ് ആണ് വന്നിരിക്കുന്നത്. സോ will get reduced to 0. xyz equal to 0 0 0. Okay, so what we have is rank is equal to 1, n is equal to 3, so n minus r equal to 2. അപ്പോൾ ഇതിൻ്റെ ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി 2 ആണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ നിന്ന് നമുക്ക് ഐഗൻ വെക്ടേഴ്സ് എഴുതണം. അപ്പോൾ സാധാരണ പോലെ തന്നെ നമ്മൾ ഇക്വേഷൻ എഴുതി. സോ our equation is 4x minus 2y plus 2z equal to 0. Right. So what we get is 2x minus y plus z is equal to 0. Just 2 കൊണ്ട് ഡിവൈഡ് ചെയ്തതാണ്. രണ്ട് വേരിയബിളിന് ആർബിട്രറി വാല്യൂ കൊടുക്കണം. ഞാനിപ്പോൾ yക്ക് y is equal to a, z is equal to b കൊടുത്തു കഴിഞ്ഞാൽ we get x is equal to a minus b by 2. So the eigenvector we get for this eigenvalue is a minus b by 2 a b. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന eigenvector. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ചൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രൊസീജിയർ ഉണ്ട്. ഉറപ്പായിട്ട് ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് കിട്ടാനായിട്ട് എന്താണ് പ്രൊസീജിയർ? ആദ്യത്തേൽ എക്ക് 0 കൊടുക്കുക, ബിക്ക് നോൺ സീറോ വാല്യൂ കൊടുക്കുക, രണ്ടാമത്തേൽ ബിക്ക് 0 കൊടുക്കുക. പക്ഷെ ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിപെൻഡൻറ്റ് ഐഗൻ വെക്ടേഴ്സ് അല്ല വേണ്ടത്, ഓർത്തോഗണൽ ഐഗൻ വെക്ടേഴ്സ് ആണ് വേണ്ടത്. അപ്പോൾ ഈ ഓർത്തോഗണൽ പ്രൊസീജിയറിൻ്റെ ഒരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ആദ്യം തന്നെ എക്ക് ഒരു നോൺ സീറോ വാല്യൂ കൊടുത്തു, ബിക്ക് ഒരു നോൺ സീറോ വാല്യൂ കൊടുത്തു. സോ what I get is the eigenvector -1. ബിക്ക് 2 കൊടുത്തത് ഫ്രാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 0 2 കിട്ടി. റൈറ്റ്. ഇനി ബിക്ക് 0 കൊടുത്തു, എക്ക് ഒരു നോൺ സീറോ വാല്യൂ കൊടുത്തു. I get the next eigenvector as x2 equal to 1 1 2 0. ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് നിങ്ങളിതൊന്ന് നോക്കാം. വാട്ട് ഇസ് x1 ഡോട്ട് x2? ഇത് ഓർത്തോഗണൽ ആണെങ്കിലേ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ x1 ഡോട്ട് x2 is equal to എന്താ പറഞ്ഞ ഡോട്ട് പ്രോഡക്റ്റ് 0 ആണോ? -1 ആണ് വരുന്നത് അല്ലേ? അപ്പം -1 which is not equal to 0. So x1 and x2 are not orthogonal.
ഓക്കെ, അപ്പോൾ x1 ഉം x2 ഉം ഓർത്തോഗണൽ അല്ലാത്തതുകൊണ്ട് അവർ രണ്ടുപേരും ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. രണ്ടും ഐഗൺ വെക്ടേഴ്സ് ആണ്, പക്ഷെ അത് ഓർത്തോഗണൽ അല്ല. അപ്പൊ ഈ കേസിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ x1 നമ്മൾ അവിടെ വെച്ചു, രണ്ടാമത്തെ ഐഗൺ വെക്ടറിനെ നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് പോവാണ്. സോ x2 is taken as some vector xyz. അപ്പൊ ഈ x2ന്റെ പ്രത്യേകത x2 ഷുഡ് ബി ഓർത്തോഗണൽ വിത്ത് x1. അപ്പൊ നമ്മുടെ ആദ്യത്തെ റിക്വയർമെന്റ് x1 ഡോട്ട് x2 ഷുഡ് ബി 0. രണ്ടാമത്തെ കേസ് x2 ഐഗൺ വെക്ടർ ആവണം. ഓക്കെ, അപ്പൊ x1 ഡോട്ട് x2 0 ആവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെയും ഡോട്ട് പ്രോഡക്റ്റ് വാട്ട് ഇസ് x1 ഡോട്ട് x2? നമുക്ക് കിട്ടുന്നത് മൈനസ് x1 minus x plus 0y plus 2z. This should be equal to 0. അല്ലേ? x1 dot x2 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that suggests that minus x plus 2z should be equal to 0. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ഇത് ഐഗൺ വെക്ടർ ആവണം. ഐഗൺ വെക്ടർ ആവണമെങ്കിൽ എന്ത് വേണം? This should be of the form, ഇത് ഈ ഒരു ഐഗൺ വെക്ടർ ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എവറി ഐഗൺ വെക്ടർ ഷുഡ് സാറ്റിസ്ഫൈ ദ ഇക്വേഷൻ 2x minus y plus z is equal to 0. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ നമ്മൾ പറയുന്നത് 2x minus y plus z should be equal to 0. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലാണ് നമുക്ക് x2നെ ചൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇറ്റ് ഷുഡ് ബി an ഐഗൺ വെക്ടർ, ഇറ്റ് ഷുഡ് ബി ഓർത്തോഗണൽ ടു ദി ഫസ്റ്റ് ഐഗൺ വെക്ടർ വി ഹവ് ചോസൺ. സോ നമ്മളെടുത്ത ഫസ്റ്റ് ഐഗൺ വെക്ടർ x1 ആണ്. ഡോട്ട് പ്രോഡക്റ്റ് 0 ആവുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. പിന്നെ ഐഗൺ വെക്ടർ ആവണമെങ്കിൽ ഈ ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന് രണ്ടിനെയും സോൾവ് ചെയ്തിട്ട് xyz ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ പോവാണ്. സോ നമ്മൾ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞതാണ്. ഇതിന്റെ ഒരു സൊല്യൂഷൻ പറയാവോ? ഒബ്വിയസ്ലി 3 വേരിയബിൾ 2 ഇക്വേഷനേ ഉള്ളൂ. ഒരെണ്ണത്തിന് ആർബിട്രറി വാല്യൂ കൊടുക്കേണ്ടി വരും അല്ലേ? അപ്പൊ പുട്ട് z is equal to a എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സോ വി ഗെറ്റ് x is equal to 2a. ശരിയല്ലേ? ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് x should be equal to 2a. Then 2x minus y plus z equal to 0. So 2x എടുക്കുമ്പോൾ 4a minus y plus a should be equal to 0. So y should be equal to minus 5a. അപ്പോൾ നമുക്ക് x2ന് എടുക്കാൻ പറ്റുന്ന ചോയ്സ് ഇതാണ്. x2 can be 2a minus 5a. ഓക്കെ, x y z. അപ്പോൾ എക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ ചൂസ് x2 is equal to 2 minus 5 1. ഈ 1 കൊടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. 0 ഒഴിച്ച് ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. ഞാൻ ഏറ്റവും ലോവസ്റ്റ് ഇത് കിട്ടാനായിട്ട് 2 minus 5 1. ഇത് എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കുക x1 dot x2 0 ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സോ വി ഗെറ്റ് -2 plus 0 plus 2 which is equal to 0. ഇനി ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. 2 into x. So 4 plus 5. ഇപ്പൊ എന്തോ പ്രശ്നമുണ്ടല്ലോ. 2x. y equal to 5a അല്ലേ? നെഗറ്റീവ് ഇല്ലല്ലോ. ഓക്കെ, y equal to 5a. സോ 2 ഇതാണ് ചെക്ക് ചെയ്യണതിന്റെ ഗുണം കേട്ടോ. അപ്പൊ തെറ്റിൻ്റെ നിങ്ങൾക്ക് മനസ്സിലായത് ചെക്ക് ചെയ്തപ്പോഴാണ്. So 2 into 2 4 minus 5 plus 1 that's equal to 0. ഇപ്പൊ നമ്മൾ സെക്കൻഡ് ഐഗൺ വെക്ടർ ചൂസ് ചെയ്യുന്നത് ഇതെടുക്കാം. ഇനി നമുക്കറിയാം ഇതിനെ ഓരോന്നിനെയും നമുക്ക് നോർമലൈസ് ചെയ്യണം. സോ ദ ഫസ്റ്റ് കോളം y1 will be equal to x1 ന്റെ നോർമലൈസ്ഡ് വെക്ടർ that is equal to -1 by root 5 0 2 by root 5 and y2 is equal to 2 by 4 plus 25 that is 29 plus 1 30. So root 30 5 by root 30 1 by root 30. അപ്പോൾ ഇതാണ് ആദ്യത്തെ രണ്ട് കോളംസ് വരുന്നത്.
ഇനി നമുക്ക് അടുത്ത ഐഗൻ വാല്യൂന്റെ ഐഗൻ വെക്ടറും കൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയഗണലൈസേഷൻ ചെയ്യാം. സോ ഐഗൻ വെക്ടർ ഫോർ ലാംഡ ഈക്വൽ ടു 8. ഇപ്പൊ ഇതൊരു ഞാൻ ചൂസ് ചെയ്തത് എന്തായാലും നല്ലൊരു ക്വസ്റ്റ്യൻ ആയി. നമുക്ക് ഒരു ടിപ്പിക്കൽ കാര്യമാണ് ചെയ്യുന്നത്. എപ്പോഴും ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെ എഴുതി നോക്കുക. ചിലപ്പോൾ ഭാഗ്യവശാൽ ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിട്ട് വന്നാൽ ആയി, അല്ലെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ഒരെണ്ണത്തിന് വെച്ചിട്ട് രണ്ടാമത്തെ ഇതുപോലെ ചൂസ് ചെയ്യാം. സോ ഫോർ ലാംഡ ഈക്വൽ ടു 8 we have the system -2 -2 2 -2 -5 -1 2 -1 -5 into xyz equal to 0 0 0. ഇപ്പോൾ ഇതിന്റെ ആൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി 1 ആയതുകൊണ്ട് റാങ്കും 1 ആവാൻ 2 ആവാനാണ് ചാൻസ്. n മൈനസ് r 1 ആവും. അപ്പോൾ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വെച്ച് ചെയ്താൽ ഞാൻ ആദ്യത്തെ രണ്ട് ഇക്വേഷൻ എടുക്കുന്നത്. സോ ഐ ഗെറ്റ് 2 minus 2 plus 10 12 minus x2 by 2 plus 4 6 equal to x3 by 10 minus 4 6. So if I cancel the common term 6, I get x1 by 2 equal to x2 by minus 1 equal to x3 by 1. So the third eigenvector can be chosen as 2 minus 1 1. Algebraic multiplicity 1 ആയി കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വർക്ക് ആവുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇത് ചെയ്തത്. റെഡ്യൂസ് ചെയ്തിട്ട് ചെയ്താലും നോ ഇഷ്യൂസ്. സോ വി ഗെറ്റ് the third column y3 as its normalized vector 2 by root 6 minus 1 by root 6 1 by root 6. Okay, now after this we write the model matrix P. So P equal to first column നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്ന രണ്ട് വെക്ടേഴ്സ് എഴുതാം. -1 0 2 2 5 1. And third column is 2 by root 6 minus 1 by root 6 1 by root 6. So if you write this, then we know P transpose CP equal to the diagonal. നമുക്കറിയാം നമ്മൾ എടുത്തിരിക്കുന്നത് 2 2 8 ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. So P transpose CP is equal to 2 0 0 0 2 0 0 0 8, the diagonal matrix. Diagonalization കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതിലത്തെ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ വരുന്നത്. x is equal to put x equal to py. ഓക്കെ, ഇപ്പൊ x എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കൊടുത്തിരിക്കുന്ന കോളംസ് എക്സ് വൈ സെഡ് ആണ്. ആൻഡ് we change this into P, the matrix P into P എടുക്കുമ്പോൾ -1 by root 5 2 by root 30. ഇത് മുഴുവൻ എഴുതാൻ നിൽക്കണമെന്നൊന്നുമില്ല കേട്ടോ, ഞാൻ എന്താ സംഭവിക്കണേന്ന് കാണിക്കാൻ വേണ്ടി എഴുതുന്നേ ഉള്ളൂ. y1 y2 y3. ഓക്കെ, 3 പുതിയ വേരിയബിൾ. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഇതാണ്. ഇപ്പൊ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ക്വാഡ്രാറ്റിക് ഫോമില് എവിടെയൊക്കെ എക്സ് ഉണ്ടോ അതിനെ മാറ്റിയിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്നത് -y1 by root 5 plus 2y2 by root 30 plus 2y3 by root 6 എന്നാക്കും. x is replaced in terms of y1 y2 y3. ഇതേപോലെ തന്നെ സെക്കൻഡ് റോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വൈയുടെ എക്സ്പ്രഷൻ കിട്ടും, തേർഡ് റോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെഡിന്റെ എക്സ്പ്രഷൻ കിട്ടും. സോ
ഇതിനെയാണ് നമ്മൾ ഇക്വേഷൻ ഓഫ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഫ്രം ദ ഒറിജിനൽ സെറ്റ് ഓഫ് വേരിയബിൾസ് വി ചേഞ്ച് ടു എ ന്യൂ സെറ്റ് ഓഫ് വേരിയബിൾസ് y. ഓക്കെ, അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു പി വൈ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോഴാണ് പറയുന്നത് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ ക്യൂ ഈക്വൽ ടു y transpose dy which is equal to 2y1 square plus 2y2 square plus 8y3 square. I hope it is clear to you. 2 to 8 എന്ന് പറയുന്നത് ഏതാണ്? നമുക്ക് കിട്ടിയിരിക്കുന്ന d യുടെ ഡയഗണൽ എൻട്രീസ് ആണ് the eigen values of matrix C. Okay, so which is the canonical form. ഇപ്പോൾ കാനോണിക്കൽ ഫോമിലേക്ക് ആയി. ആൻഡ് അതിൻ്റെ ഒരു അഡീഷണൽ ഇതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഡെഫിനിറ്റ്നെസ് പറയുന്നത്. വാട്ട് അബൌട്ട് ദ ഡെഫിനിറ്റ്നെസ് ഓഫ് ദിസ് ക്വാഡ്രാറ്റിക് ഫോം? പോസിറ്റീവ്. ഇറ്റ് ഈസ് പോസിറ്റീവ് ഡെഫിനിറ്റ്. കാരണം എല്ലാ ഐഗൺ വാല്യൂസും പോസിറ്റീവ് ആണ്, അതുകൊണ്ട് നമുക്ക് അല്ലെങ്കിൽ എല്ലാ കോഎഫിഷ്യൻസും പോസിറ്റീവ് ആണ്. സോ ദ ക്വാഡ്രാറ്റിക് ഫോം ഇസ് പോസിറ്റീവ് ഡെഫിനിറ്റ്. അപ്പൊ നിങ്ങൾക്ക് ചെറിയൊരു മാർക്കിന് ചെക്ക് ദ ഡെഫിനിറ്റ്നെസ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഫോം എന്ന് പറഞ്ഞിട്ട് തന്നു വയ്ക്കുക. നിങ്ങൾ ഈ പ്രൊസീജിയർ മുഴുവൻ കുറച്ച് മാർക്കിന് തന്നു കഴിഞ്ഞാൽ ഈ ഡയഗണലൈസേഷനും അല്ലെങ്കിൽ കാനോണിക്കൽ ഫോമും ഒന്നും ചോദിച്ചിട്ടില്ല, ഡെഫിനിറ്റ്നെസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഐഗൺ വാല്യൂസ് കമ്പ്യൂട്ട് ചെയ്യുക. അതുവരെ ചെയ്തിട്ട് ഐഗൺ വാല്യൂസ് എല്ലാം പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ഡെഫിനിറ്റ് അതുപോലെ നോക്കിയാൽ നമുക്കറിയാം ഇതിന്റെ കോഎഫിഷ്യൻസ് ഒക്കെ ഐഗൺ വാല്യൂസ് ആണ് വരുന്നത്. അപ്പൊ ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കണ വരെ ചെയ്ത് കഴിഞ്ഞിട്ട് ഐഗൺ വാല്യൂസിന്റെ സൈൻ നോക്കിയിട്ട് ഡെഫിനിറ്റ്നെസ് എഴുതുക. അതേസമയം കാനോണിക്കൽ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊസീജിയർ മുഴുവൻ ചെയ്യണം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് റൈറ്റ് ദ ഡെഫിനിറ്റ്നെസ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഫോം. ഓക്കെ, സോ ഇത്രയാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് വിചാരിച്ചിരുന്നതല്ല നമ്മുടെ